الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്ത് യൂനുസിലെ 11-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو يعجل الله للناس الشر استعجالهم بالخير لقضي إليهم أجلهم فنذر الذين لا يرجون لقاءنا في طغيانهم يعمهون ولو يعجل الله അല്ലാഹു ധൃതി കാണിച്ചിരുന്നുവെങ്കിൽ ലിന്നാസി ജനങ്ങളോട് അശ്ശറ ദോഷത്തിൻ്റെ കാര്യത്തിൽ ഇസ്തിഇജാലഹും അവരുടെ ധൃതി കാണിക്കൽ പോലെ ബിൽ ഖൈർ നന്മക്ക് ഗുണത്തിന് വേണ്ടി ലഖുദിയ ഇലൈഹിം അജലുഹും അവരുടെ അവധി തീരുമാനിക്കപ്പെട്ടതു തന്നെ. ഫനദറുല്ലദീന ലാ യർജൂന ലിഖാഅന നമ്മെ കണ്ടുമുട്ടും എന്നതിനെ പ്രതീക്ഷിക്കാത്തവരെ നാം ഉപേക്ഷിക്കുന്നു. ഫീ തുഗ്യാനിഹിം അവരുടെ അതിക്രമത്തിൽ, അവരുടെ അന്യായത്തിൽ, അവരുടെ നിയമലംഘനത്തിൽ. യഅമഹൂൻ അവർ വിഹരിക്കുന്നവരായ നിലയിൽ നാം അവരെ വിടുന്നു. ഒന്നുകൂടെ അർത്ഥം പറയാം. വലൗ യുഅജ്ജിലുല്ലാഹു അല്ലാഹു ധൃതി കാണിച്ചാൽ, അജലത്ത് ധൃതി എന്നാണ്, അജലത്ത് അല്ലാഹു ധൃതി കാണിച്ചിരുന്നുവെങ്കിൽ ലിന്നാസി ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങളോട് അശ്ശറ ദോഷമണക്കുന്ന കാര്യത്തിൽ ഇസ്തിഇജാലഹും ബിൽ ഖൈർ അവർ നന്മക്ക് ധൃതി കാണിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് പോലെ ലഖുദിയ ഇലൈഹിം അജലുഹും അവരുടെ അവധി അതോടുകൂടി തീരുമാനിക്കപ്പെടുമായിരുന്നു. ഫനദറുല്ലദീന ലാ യർജൂന ലിഖാഅന നമ്മളെ കണ്ടുമുട്ടേണ്ടതിനെ പ്രതീക്ഷിക്കാത്തവരെ നാം ഉപേക്ഷിക്കുന്നു. ഫീ തുഗ്യാനിഹിം അവരുടെ അന്യായത്തിൽ, അവരുടെ അതിക്രമത്തിൽ, അവരുടെ നിയമലംഘനത്തിൽ. യഅമഹൂൻ വിഹരിക്കുന്നവരായി അവരെ നമ്മൾ വിടുന്നു. ഇത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിന് 3 ഘട്ടമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒന്ന്, അദ്ദേഹം പ്രബോധനം തുടങ്ങി ഏകദേശം 5 വർഷം ഒക്കെ ആകുന്നത് വരെ എതിർപ്പ് ശാരീരികമായിരുന്നില്ല, പരിഹസിക്കുക, കൂടുതൽ അതാണ്, പരിഹസിക്കുക, വിമർശിക്കുക, ആക്ഷേപിക്കുക, കള്ളപ്രചരണം നടത്തുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഒറ്റപ്പെട്ട ചില ശാരീരികമായ ഉപദ്രവങ്ങളില്ല എന്നല്ല. 2ാമത്തെ ഘട്ടമായപ്പോഴേക്ക് അല്പം കൂടെ കഠിനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളവരെ ഉപദ്രവിക്കുക, ശാരീരികമായി തന്നെ കയ്യേറ്റം ചെയ്യുക എന്നുള്ളത്. അവസാന സന്ദർഭമായപ്പോൾ നബിയെ ഇല്ലായ്മ ചെയ്യണം, കൊല്ലണം, അല്ലെങ്കിൽ നാട് കടത്തണം, അല്ലെങ്കിൽ വീട്ടുതടങ്കലിലാക്കണം. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിന് പൂർണ്ണമായും തടയിടുന്ന വിധത്തിൽ അവരുടെ നിലപാട് കൂടുതൽ തീവ്രമായി വന്നു. ഈ 2ാമത്തെ ഘട്ടത്തോടനുബന്ധിച്ച് അല്ലാഹ് ഖുറൈശികളെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കിയത് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇന്ന വർഷമെന്ന് പറയുന്നില്ലെങ്കിലും അതികഠിനമായ ഒരു വരൾച്ച ഉണ്ടായപ്പോൾ നമുക്കറിയാലോ, മഴ ലഭ്യമാകാതിരിക്കുക, അതോടുകൂടി കൃഷി തകരാറിലായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതമൊക്കെ ദുസ്സഹം. ഇങ്ങനെ കൃഷിയൊക്കെ തകരാറിലായി അവരുടെ വരുമാനമൊക്കെ ഇങ്ങനെ കുറഞ്ഞ് ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അബൂ സുഫിയാനാണ് അന്നും അവരുടെ നേതാവ്. അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, മുഹമ്മദെ, ഒന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, നീ ഈ ദുരിതത്തിൽ നിന്ന് നമ്മുടെ നാട്ടുകാരെ, കുടുംബങ്ങളെയൊക്കെ തന്നെ രക്ഷപ്പെടുത്താം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആ പരീക്ഷണത്തിന് കാരണം അവർ നബിയോട് കാണിച്ച ശത്രുതയാണ്, ഖുർആനോട് കാണിച്ച എതിർപ്പാണ്, അള്ളാഹുവിനെ നിഷേധിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അഭ്യർത്ഥന നാട്ടുകാർക്ക് വേണ്ടിയുള്ള നാട്ടുകാരണവന്മാരുടെ നേതാക്കന്മാരുടെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു തആല അവരെ സഹായിക്കുകയും ചെയ്തു. മഴ പെയ്ത് മുമ്പത്തെ മാതിരി ക്ഷേമമുണ്ടായി. പക്ഷെ അതോടുകൂടി അവരുടെ സ്വഭാവം മാറി. നമ്മൾ പറയാറില്ലേ, പാലം കടക്കോളം ഉള്ളൂ ദൈവം, പാലം കടന്നാൽ പിന്നെ പാലം കടക്കുവോളം നാരായണൻ, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. ഇത്തരത്തിലായിരുന്നു അവരുടെ നിലപാട്. അവരാ പഴയ നിലപാട് തന്നെ നിലപാടിലേക്ക് തന്നെ മടങ്ങി. അപ്പം പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ അവർക്ക് വേഗം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അള്ളാഹിനോടെ അവർ പ്രാർത്ഥിക്കുള്ളൂ. വേറെ ഉണ്ടായിട്ടുണ്ട്, അബ്രഹത്തിൻ്റെ ആനപ്പട വന്നപ്പോൾ അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിച്ചത്, അബ്ദുൽ മുത്തലിബ് അടക്കം അള്ളാഹുവിനോട് നേരിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്, അവർക്ക് പ്രയാസമുണ്ടായപ്പോൾ നന്മ കിട്ടാൻ അവർ നമ്മളോട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയും നാം അവർക്ക് നന്മ നൽകുകയും ചെയ്തു, ക്ഷേമൈശ്വര്യം നൽകുകയും ചെയ്തു. എന്നാൽ അവരുടെ പിൽക്കാലത്തുള്ള നിലപാടെന്തായിരുന്നു? അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ, അല്ലാഹ് ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ, മിൻ ഇന്ദിക നിൻ്റെ അടുക്കൽ നിന്ന് തന്നെയുള്ള സത്യമാണെങ്കിൽ, ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമ, ഞങ്ങളുടെ മേൽ കല്ലിൻ്റെ മഴ പെയ്തോട്ടെ, കൽമഴ പെയ്യട്ടെ. ഞങ്ങളത് നിഷേധിക്കുകയാണ്. ബിഉത്തിനാ ബിഅദാബിൻ അലീം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ശിക്ഷ ആയിക്കോട്ടെ. ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണെന്ന് അയാൾ ആണയിട്ട് പറയുന്നു, പക്ഷെ ഞങ്ങൾ തള്ളിക്കളയാണ്. അത് ശരിയല്ല, അയാൾക്ക് ഭ്രാന്താണ്. അല്ലെങ്കിൽ അയാൾ മരണം ബാധിച്ചവനാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളൊക്കെ തള്ളിക്കളയുന്നു. എന്നിട്ട് ഞങ്ങളെ മേൽ കല്ലുകൊണ്ടുള്ള മഴ പെയ്യട്ടെ എന്നാൽ ശിക്ഷ ഉണ്ടാകുന്നതാണല്ലോ മുഹമ്മദ് പറയുന്നത്. ശിക്ഷിക്കട്ടെ, അല്ലെങ്കിൽ വേറെ വേദനയുള്ള എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ അവർ കരുതി. ഇനി ഇവർ ഈ നേരത്തെ പറഞ്ഞ പ്രകാരത്തിൽ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നന്മക്ക് വേണ്ടി തേടിയപ്പോൾ അല്ലാഹു തആല കൊടുത്തതുപോലെ അവർ ഈ തിന്മക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹ് പെട്ടെന്ന് അതൻ കൊടുത്താലോ? എന്താ സംഭവിക്കുക? മനുഷ്യൻ നന്മക്ക് വേണ്ടി ധൃതിപ്പെടുന്നു, ആവശ്യപ്പെടുന്നു. അതേപോലെ ഈ ഖുറൈശികൾ ഇതാ ഇപ്പോൾ തിന്മ ഉണ്ടാവട്ടെ, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാ അവ ഇഅ്തിനാ ബിഅദാബിൻ അലീം. അത് സൂറത്ത് അൻഫാലിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇവർ ഈ ആവശ്യപ്പെടുന്ന അവരുടെ നിഷേധം കൊണ്ട്, അവരുടെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങളുടെ മേൽ കൽമഴ പെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റു ശിക്ഷ, വേദനയുള്ള ശിക്ഷ ഉണ്ടാവട്ടെ എന്നൊക്കെ അള്ളാഹുവിനെ വെല്ലുവിളിക്കുമ്പോൾ, അവരുടെ പ്രയാസത്തെ ദൂരീകരിച്ചുകൊണ്ട് അവർക്ക് നന്മയും ക്ഷേമവും നൽകുവാൻ അള്ളാഹു കാണിച്ച ധൃതി ഈ വിഷയത്തിലും കാണിച്ച എന്താ സ്ഥിതി എന്നാണ് ചോദിക്കുന്നത്. എന്താണ് സ്ഥിതി? അപ്പോൾ അങ്ങനെ അള്ളാഹു തആല ചെയ്യൂല. നന്മ വേഗം ചെയ്യും. തിന്മക്ക് അവരെത്ര അനുവർത്തിച്ചാലും അവരെത്ര ചോദിച്ചാലും സാവകാശം നൽകും. അതെന്തിനാ? എന്തുകൊണ്ടാണ്? അള്ളാഹുവിന് മനുഷ്യനോടുള്ള കാരുണ്യമാണ്. അവരിൽ നിന്ന് ഒരാളെങ്കിലും നന്മയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് അവസരം കൊടുക്കണം അല്ലാഹു തആല. ഇതൊക്കെ കൂടി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദഉ അലാ അൻഫുസിക്കും, നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. മനുഷ്യൻ സ്വയം എതിരെ രോഗം വന്നാൽ മരിക്കുക നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടില്ല ചില ആൾക്കാർ. ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് വല തദഉ അലാ ഔലാദിക്കും, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. എന്താ മക്കൾക്കെതിരെ? ചില അമ്മമാരൊക്കെ ദേഷ്യപ്പെട്ടാൽ ഇജ് ചത്തുപോകൂടാ, ഇജ് ചാകൂടാ, ഇജ് ബുഗൂടാ, എൻ്റെ കയ്യും കാലും ഒടിയടാ, വെറുപ്പോണ്ട് ദേഷ്യം കൊണ്ട് അറിവില്ലാതെ കൊണ്ട് ഇങ്ങനെ പറയും. ഇങ്ങനെ പറയാൻ പാടില്ല. നാൽക്കാലികൾക്ക് വല തദഉ അലാ ഖദമിക്കും, വേലക്കാർക്ക് ജോലിക്കാർക്കെതിരെ, വല തദഉ അലാ അംവാലിക്കും, മുതലിനെതിരെ, വല തദഉ ഇങ്ങനെ പറഞ്ഞിട്ട് മക്കൾക്കെതിരെ. പിന്നെ വേറൊരു ദുആയിൽ പ്രകാരം നിങ്ങൾ കന്നുകാലികൾക്കെതിരെ, അത് മുതലിൻ്റെ ഭാഗം, അങ്ങനെ പറയാൻ പാടില്ല. ഒരു കന്നുകാലിനൊന്നൊരു കുത്ത് കിട്ടിയാൽ ഈ ബലാലോട്ട് ചാകണമില്ല, അങ്ങനെയൊക്കെ പറയും. ഇങ്ങനെ അല്ലാഹു തആല നമ്മളുടെ ആ ആഗ്രഹം ആ സമയത്തെങ്ങാനും സ്വീകരിച്ചാൽ, ഇങ്ങനെ സ്വീകരിക്കുന്ന ചില സമയമുണ്ട് അത്ര അല്ലാഹു. നിങ്ങൾ പറയണത് അപ്പടിയും സ്വീകരിക്കുന്ന ചില സമയമുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ ഇത്തരത്തിലൊക്കെയുള്ള ശാപവാക്കുകൾ പ്രയോഗിച്ചിട്ട് അള്ളാഹു സ്വീകരിക്കുന്ന സമയമാണെങ്കിൽ അത് വലിയ ദോഷം ചെയ്യുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ദോഷത്തിന് വേണ്ടി, അത് മക്കൾക്കെതിരെ, മുതലിനെതിരെ, കന്നുകാലികൾക്കെതിരെ, തൊഴിലാളികൾക്കെതിരെ, സുഹൃത്തുക്കൾക്കെതിരെ ഒന്നും പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ തന്നെ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു നന്മക്കാണ് ധൃതി കാണിക്കുക, തിന്മക്ക് ധൃതി കാണിക്കൂല. ആളുകൾക്ക് ക്ഷേമമുണ്ടാകുന്നതിലാണ് അള്ളാഹുവിന് താല്പര്യം. അള്ളാഹുവിന് ക്ഷാമവും ദോഷവും മനുഷ്യന് ക്ഷേമമുണ്ടാകുന്നതിലാണ്, മനുഷ്യന് ക്ഷീണവും ക്ഷാമവും ഉണ്ടാകുന്നതിലല്ല അള്ളാഹുവിന് ഇഷ്ടം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഒരുപാട് ദീർഘിപ്പിക്കേണ്ട ഒരു കാര്യങ്ങൾ വേറെ ഒരുപാട് ഹദീസുകളിൽ ഈ ആയത്ത് വന്നിട്ടുണ്ട്. സൂറത്തുർ റഅദിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യസ്തഅജീലൂനക ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസന, ഇവർ നന്മക്ക് പകരം തിന്മ ഉണ്ടാകാൻ ധൃതി കൂട്ടുന്നു എന്ന് തുടങ്ങി അല്ലാഹു തആല വേറെയും പല സ്ഥലങ്ങളിലും ഈ കാര്യം ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമുക്ക് നോക്കാൻ സമയമില്ല. ഞാൻ ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട്, എപ്പോഴും നമ്മൾ നന്മയും ഐശ്വര്യവും ക്ഷേമവും സന്തോഷവും തന്നെയാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ദുഃഖവും അപകടവും അപായവും ശാപവും അള്ളാഹുവിനോട് തേടാൻ പാടില്ല എന്നാണ്. വലൗ യുഅജ്ജിലുല്ലാഹു, അള്ളാഹു ധൃതി കാണിച്ചിരുന്നു എങ്കിൽ, ലൗ എന്ന് പറയുക നടക്കാത്ത ഒരാഗ്രഹത്തിന് അല്ലെങ്കിൽ സംഭവിക്കാത്തൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ഉപയോഗിക്കണ വാക്കാണത്. വലൗ യുഅജ്ജിലുല്ലാഹു ലിന്നാസി, അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി ധൃതി കാണിച്ചിരുന്നുവെങ്കിൽ, അശ്ശറ ദോഷത്തിന്, അഥവാ അവർ നേരത്തെ കല്ലിൻ്റെ മഴ പെയ്യട്ടെ എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചല്ലോ. അത്തരത്തിലൊക്കെ മനുഷ്യർക്ക് ദോഷമുണ്ടാകാൻ അള്ളാഹു ധൃതി കാണിച്ചാൽ, ഇസ്തിഅജാലഹും ബിൽ ഖൈരി, നന്മക്ക് അവർ ധൃതി പിടിച്ച് ആവശ്യപ്പെടുന്നത് പോലെ തന്നെ, ലഖുദിയ ഇലൈഹിം അജലുഹും, അജല് പറഞ്ഞ ജീവിതാവധി, അതോടുകൂടി അവരുടെ ജീവിതത്തിൻ്റെ അവധി തീരുമാനിക്കപ്പെടും. എന്ന് വെച്ചാൽ അവരുടെ ദുനിയാവിലെ ജീവിതം അതോടുകൂടി അവസാനിക്കും. അവർ ചോദിക്കുന്നത് മാതിരിയുള്ള ശിക്ഷ അല്ലാഹു തആല നൽകിയ ഫനദറു, എന്നിട്ട് നാം വിട്ടുകളയുകയാണ്, ഉപേക്ഷിക്കുകയാണ്. അല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മളെ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്നതിനെ പരിഗണിക്കാത്തവർ, ആഗ്രഹിക്കാത്തവരെ, ഫി തുഗ്യാനിഹിം, അവരുടെ തുഗ്യാനിൽ, അന്യായം ചെയ്യുക, അതിക്രമം ചെയ്യുക എന്നൊക്കെയാണല്ലോ. ത്വാഗൂത്ത് എന്നുള്ള വാക്കൊക്കെ അതിൽ നിന്നുണ്ടായത്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ, അവൻ തുഗ്യാൻ, അന്യായം ചെയ്തിരിക്കുന്നു, അതിര് വിട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള വാക്കാണ് തുഗ്യാൻ. നാം അവരുടെ തുഗ്യാനിൽ അവരെ വിട്ടുകളയും. ഫി തുഗ്യാനിഹിം യഅമഹൂൻ, അമിഹ യഅമഹു എന്നാൽ ലക്ഷ്യബോധമില്ലാതെ അങ്ങനെ കറങ്ങിത്തിരിയണിനാണ് അമിഹ എന്ന് പറയുക. അവരുടെ അന്യായത്തിൽ, അത് എന്തിനാണെന്നൊന്നും അവർക്കറിയില്ല, അത്തരത്തിലുള്ളൊരു അശ്രദ്ധ ജീവിതം, അതിൽ നാം അവരെ വിടുകയും ചെയ്യും. ഫനദറുല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മളെ കണ്ടുമുട്ടേണ്ടി വരും അഥവാ പരലോകമുണ്ട് എന്ന കാര്യത്തെ സ്വീകരിക്കാത്തവർ, പരിഗണിക്കാത്തവർ, അല്ലെങ്കിൽ അതിനെ താല്പര്യപ്പെടാത്തവർ, നാം അവരെ ഉപേക്ഷിക്കും. ഫി തുഗ്യാനിഹിം, അവരുടെ അതിക്രമത്തിൽ, യഅമഹൂൻ, അവർ വിഹരിക്കുന്നവരായ അവസ്ഥയിൽ. മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കൃത്യമായി കണിശമായി അവൻ ഉദ്ദേശിച്ചത് പ്രകാരം തന്നെ മനസ്സിലാക്കാനുള്ള അറിവും കഴിവും ബോധവും ഒക്കെ നൽകി നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അല്ലാഹു ഈ ഖുർആനെ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി അതനുസരിച്ച് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ തലമുറകൾക്കൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവണേ രക്ഷിതാവ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.